മനിതർ ഉണർന്നുകൊള്ള ഇത് മനിതർ കാതലല്ലേ അதையும் താണ്ടി പുനിതമാനത്. ഇവിടെ ഇങ്ങനെ കമൽ സാറിന് ബോയ്സിന് എല്ലാവരും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ നമ്മളുടെ ഇത് പോയി. പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് അവിടെ ചെല്ലുന്ന പുള്ളിനെ കണ്ട് ഇറങ്ങുന്ന ഒരു സാധനമുണ്ട്. അത് ഭയങ്കര ഒരു മൂമെന്റ് ആണ് ലൈഫിൽ മറക്കാൻ പറ്റുന്നത്. ജിൻസനെയൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കാണണമെന്നാണ്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൂപ്പിച്ച് ലാസ്റ്റ് ജീൻ ചേർന്നത് നമുക്ക് ഇടിയിടാന്നാണ് പറയുന്നത്. നമ്മള് ലിറ്ററലി നിരങ്ങിയാണ് ഇറങ്ങണത്. നമ്മള് മൊത്തത്തില് അട്ട, അതായത് ഇവിടെയാണ് അട്ട ഇരിക്കുന്നത്. നമ്മള് ഫുൾ ഫ്രഷായി അവിടെ ചെന്നിട്ട്. ഫുൾ ബ്ലഡാണ് കാലൊക്കെ മൊത്തം. ചിതുവിന്റെ ഒക്കെ കാലം ഉണ്ടായിരുന്നേ ഫുൾ യേശു ക്രിസ്തു പോലെ തന്നെ ഇരിക്കണം. പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വേണം നമ്മളുടെ കുറെ പ്രശ്നങ്ങളും ടെൻഷനൊക്കെ നമുക്ക് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവും പൈസ ഉള്ളപ്പോൾ. പൈസ ഇല്ലാത്തപ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഇതിലൊരു ഡയലോഗ് ഉണ്ട് ബാസി ചോദിക്കണത്, എന്താണ് മച്ചാനെ ദൈവം എന്ന് ചോദിക്കണം. റഹ്മാൻ ഇങ്ങനെ റിപ്ലൈ ഉണ്ട്, മേളി എന്നൊക്കെ വന്നൊരു വിളിച്ചില്ലേ, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് തോന്നിയേക്കണ അങ്ങനത്തെ ഒരു വെളിച്ചം ചിദംബരമായിട്ടാണ് തോന്നിയേക്കണം. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഷാഹന. വെൽക്കം ടു വെൽത്തി സ്പോട്ട്ലൈറ്റ്. 2024 നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട മൂവി മഞ്ഞുമൽ ബോയ്സ്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മഞ്ഞുമൽ ബോയ്സിലെ വിഷ്ണു ആണ്. ജിൻസൺ എന്ന ക്യാരക്ടർ ചെയ്ത വിഷ്ണു. സോ വിഷ്ണു, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തുണ്ട് പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷം. നല്ല വിശേഷം. ഓക്കെ, എങ്ങനെ പോകുന്നു ലൈഫ് വിഷ്ണുവിൻ്റെ? ഹാപ്പിയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തോ ഭയത്തിന് കറങ്ങി തിരിഞ്ഞ് അതിലേക്ക് വന്നു, ഹാപ്പി ട്രാക്കിലേക്ക് വന്നു. ഓക്കെ, ഭയങ്കര ക്ഷീണമുണ്ട് മുഖത്തൊക്കെ. എന്താ ഈ ക്ഷീണം? നല്ലപോലെ ഉറക്കമൊന്നുമില്ല. മൊത്തം ഫുൾ പ്രൊമോഷൻ എല്ലായിടത്തും ഓരോ ലൊക്കേഷനിൽ നിന്ന് ഓരോ ലൊക്കേഷനിലേക്ക് അല്ലേ? എങ്ങനെ പോകുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന മൂവി? ആക്ച്വലി മലയാളികൾ ഇനി കാണാൻ ആരും കാണത്തില്ല. മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ റീച്ച് കയറിയ ഒരു മൂവിയാണ് മഞ്ഞുമൽ ബോയ്സ്. ആ മൂവിയുടെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വിഷ്ണു എങ്ങനെയാണ് അതിന് പറയാനുള്ളത്? അതിനെപ്പറ്റി ഭയങ്കര പ്രൗഡാണ്. എന്തോ ഭയത്തിൽ കറങ്ങിത്തിരിഞ്ഞ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറങ്ങിത്തിരിഞ്ഞ് ഇതിലേക്ക് എത്തിപ്പെട്ട്, അത് ലൈഫിലൊരു നല്ലൊരു ജേണി ആയിട്ട് വിചാരിക്കുന്നു. ജിൻസൺ എന്ന ക്യാരക്ടറാണ് മഞ്ഞുമലിനകത്ത് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ ബോയ്സ് വിഷ്ണുവിൻ്റെ 9ാമത്തെ മൂവിയാണ് അല്ലേ? അതിനു മുമ്പ് വിഷ്ണു ഏതൊക്കെ മൂവീസിലായിരുന്നു ചെയ്തിട്ടുള്ളത്? ഞാൻ ആദ്യമായിട്ട് അന്നേ റസൂലും എന്ന് പറഞ്ഞ മൂവിയിൽ ഷെയ്ൻ്റെ ഫ്രണ്ടൊക്കെ ആയിട്ട് കുറച്ച് അടിപിടി പരിപാടിയൊക്കെ ആയിരുന്നു. അത് ജസ്റ്റ് ഷൂട്ട് കാണാൻ വേണ്ടിയിട്ട് വൈപ്പിനിൽ ചെന്നതാണ്, വെറുതെ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത്. അപ്പോൾ രാജീവ് രവി ആളെ എനിക്ക് നേരത്തെ അറിയാം, ഫാമിലി ഫ്രണ്ടൊക്കെ. അപ്പോൾ വെറുതെ ഒരു ബോട്ടിലെ സീനിലൊക്കെ പിടിച്ചു നിർത്തി. അങ്ങനെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ബാക്കി പരിപാടി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അഭിനയിച്ച കൊള്ളാം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ സ്റ്റീവ് ലോപ്പസ് പറഞ്ഞ മൂവി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്താണ് പുള്ളി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് അടുത്ത പരിപാടിയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും അങ്ങനെ ചുമ്മാ തമാശക്ക് പറയണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് കാര്യമായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇതിനോട് താല്പര്യമുണ്ട് എന്നാലും, പക്ഷെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടിയെന്നൊന്നും ഒരു വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ പുള്ളി പറയണ ഫോളോ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് നല്ല അപ്രീഷിയേഷൻ കിട്ടിയൊരു വർക്കാണത്. അത് കഴിഞ്ഞിട്ട് കമ്മട്ടിപ്പാടുമാണ് പിന്നെ ചെയ്യുന്നത്. അത് ഞാൻ പുറകെ ചോദിച്ചു കിടന്ന് മേടിച്ച ക്യാരക്ടറാണ് അത്. പക്ഷേ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു സംഭവമാണ്. ഇപ്പോൾ ദുൽഖർ ഒക്കെ ഉണ്ടെങ്കിലും വിനായകൻ ചേട്ടൻ എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിലും അവർ മത്സരിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മളുടേതായിട്ടുള്ളൊരു പരിപാടി ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദുൽഖറിൻ്റെ ചെറുപ്പം, അതിൽ 3 കാലഘട്ടമുണ്ട്. അപ്പോൾ അതിൽ 3 എനിക്കെന്തോ എൻ്റെ ചെറുപ്പമൊക്കെ എനിക്ക് തന്നെ ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ അതുകൊണ്ട് ആ പടത്തിൽ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നല്ലേ? അതിനുശേഷം ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ കുറച്ച് ഈട എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ചെയ്ത്, ഷെയ്ൻ്റെ മറഡോണ അങ്ങനെയുള്ള ചെറിയ പരിപാടിയൊക്കെ ചെയ്ത് അങ്ങനെയാണ്. പിന്നെ ഒരു നല്ലൊരു ഗ്യാപ്പുണ്ട്. എനിക്കൊരു 3-3.5 വർഷത്തെ ഒരു 2 വർഷം ഗ്യാപ്പിനാണ് ഞാൻ ചാൾസിലൊരു ചെറിയൊരു പരിപാടി ചെയ്തത്. ബാലുവിനപ്പോൾ അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു 2 വർഷം ഗ്യാപ്പിലാണ് മഞ്ഞുമൽ സംഭവിക്കുന്നത്. അതൊരു എത്ര വർഷത്തെ കഠിനാധ്വാനമായിരുന്നു മഞ്ഞുമൽ ബോയ്സ്? 2 വർഷം. 2 വർഷം ത്രൂ ഔട്ട് 2 വർഷം വേറെ ഒന്നിനും കമ്മിറ്റഡ് ആവാതെ ആ വക്കലായിരുന്നു മുഴുവൻ ചെയ്തോണ്ടിരുന്നത് എല്ലാവരും. ആ പടത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നൊരു 1.5 വർഷം ആണ് അതിൽ വർക്ക് ചെയ്തേക്കണം. ചിതൊക്കെ എനിക്ക് 2 വർഷമായിട്ട്. ഞാൻ ജോയിൻ ചെയ്യണേലൊരു 6 മാസം മുന്നേ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി.
പിന്നെ അതിങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ടായിരുന്നു അതിലേക്ക് എത്താനായിട്ട്, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആദ്യം ഈ 11 പേരിൽ ഞാനൊഴിച്ച് ബാക്കി എല്ലാവർക്കും വേറെ വർക്കുകളുള്ള, ഞാൻ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ആളുള്ളൂ. ബാക്കി എല്ലാവരും പല പല പ്രൊജക്റ്റിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും പേരുടെ ഡേറ്റ് ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഇത്ര വലിയ കോസ്റ്റാണ് ഒരു പടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു സൗബിക്ക എന്ന് പറഞ്ഞ ഒരാൾ എന്നുവെച്ചാൽ ഇതിന് പുള്ളി തന്നെ എഫേർട്ട് എടുത്ത് ഇറങ്ങിയേക്കണേണ്. അപ്പോൾ ആള് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് സാമ്പത്തികമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മളുടെ വർക്ക് ചെയ്യുമ്പോൾ ആ സ്പേസിലൊന്നും അതിനെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു സാധനമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് അപ്പ് ചെയ്തെടുക്കാനായിട്ട് നല്ല ടൈം എടുക്കും. അപ്പം അതിൻ്റെ എഫേർട്ടും കാര്യങ്ങളും നമുക്കറിയാം, നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അതൊരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണത്. ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജനുവരി 26 കൊടയിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് മൊത്തം ഷൂട്ട് കഴിയണത് ജൂലൈ 15th 20th ആ ഒരു ടൈമിനാണ് ഷൂട്ട് കഴിയണത് കംപ്ലീറ്റ്ലി. പിന്നെ അതിൻ്റെ പാച്ച് ഷൂട്ടുകൾ അല്ലാതെ ഉണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ് 3.5 months നിങ്ങൾ അവിടെ ആയിരുന്നു? 3-4 months 6 months നമ്മൾ ഷൂട്ടിംഗ് ടൈം പീരീഡ് ഉണ്ടായിരുന്നു. അതിൽ പല പല ഷെഡ്യൂളുകളായിട്ടാണ് ചെയ്തത്. കൊടൈ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മഞ്ഞുമൽ വരുന്നു, മഞ്ഞുമൽ, ആലുവ, പിന്നെ സ്റ്റാർട്ടിങ് അവിടെ ആയിരുന്നു. കൊടയിലായിരുന്നു. അപ്പം ആദ്യമേ ക്ലൈമാക്സ് ആയിരുന്നു എടുത്തത്? അല്ല നമ്മൾ ഈ ട്രാവൽ സോങ് പരിപാടിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ ഇൻസിഡൻറ്റുകളും കാര്യങ്ങളും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ക്ലൈമാക്സ് പരിപാടിയൊക്കെ നമ്മൾ കേവിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. സെറ്റിൽ എവിടെയായിരുന്നു സെറ്റ്? കാലടിയിലായിരുന്നല്ലേ. മഞ്ഞുമലിന്റെ സോങ്ങിനകത്ത് വരുന്ന ആ മരത്തിന്റെ മുകളിലൊക്കെ കയറി ഇരുന്നുള്ള സീനുണ്ടല്ലോ, അത് ആക്ച്വലി അത് കൊടൈ തന്നെയാണ്. അതെ, അതിന് തൊട്ട് ബാക്കിൽ കൊക്കയാണ്. ആ ഡയറക്ടറിന്റെ വിശ്വാസത്തിൽ നിങ്ങൾ കയറിയതാണല്ലേ. ഓക്കെ. അപ്പൊ ഈ ഒരു ജേർണി, അതായത് അപ്രോക്സിമേറ്റ് 1.5, വിഷ്ണു പറഞ്ഞാൽ 1.5 മഞ്ഞുമലിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത, അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ മൊമെന്റ്സ് അതൊക്കെ എന്തായിരുന്നു വിഷ്ണുവിന് അവരുടെ കൂടെ ഉള്ളതിൽ? അതായത് ഈ ടീമിൻ്റെ ഒപ്പം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയ, അതായത് ഇവരൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കരമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നല്ല ടെക്നീഷ്യൻ, നമ്മളാദ്യം ഈ പ്രൊജക്റ്റ് എനിക്കറിയില്ലല്ലോ സംസാരിക്കുമ്പോൾ ആരൊക്കെയാണ് എന്താണ് ഇതിൽ ടെക്നീഷ്യന്മാർ ഉള്ളത്. ഫസ്റ്റ് പിന്നെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ക്രൂവിൻ്റെ ഒക്കെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവണത്. ഇന്ന ആൾ, ഞാൻ ക്യാമറയൊക്കെ അസിസ്റ്റ് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഷൈജു ഖാലിദിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് വർക്ക് ചെയ്യാമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹം. എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ആളുടെ ഒക്കെ ഒപ്പം ഒന്ന് കാണാം, അല്ലെങ്കിൽ മീറ്റ് ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു വലിയ കാര്യമായിരുന്നു. അപ്പോൾ ആളുടെ ഒപ്പം നമ്മൾ ഈ പടം വർക്ക് ചെയ്ത്, അപ്പോൾ ആളുടെ ഫ്രെയിമിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അത് ഭയങ്കര വലിയ കാര്യമാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സക്സസ് ആവുമെന്ന്, അതായത് പടം ഹിറ്റായിരിക്കും 100% അല്ല, 200% ഉറപ്പായിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു സക്സസ്സിലേക്ക് എത്തുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പം ഇപ്പോഴാണ് ശരിക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ് പറയാനുള്ളത്. ക്രൂ മെമ്പേഴ്സ് നിങ്ങൾ 11 പേരാണ് ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നത്, മെയിൻ ആയിട്ടുള്ള 11 പേര്. അപ്പോൾ അതിൽ വിഷ്ണു തന്നെ പറയുന്നുണ്ട്, ഞാൻ പുതിയെന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട്, ബട്ട് ഞാൻ എപ്പോഴും അവൈലബിൾ ആണ്, മറ്റാൾക്കാരൊന്നും അവൈലബിൾ അല്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുമായിട്ടൊക്കെ സെറ്റിൽ ഉണ്ടായ മൊമെന്റ്സ്, ഈ പറഞ്ഞ പോലെ കേവിൻ്റെ ടൈമിലായിക്കോട്ടെ, ട്രിപ്പിൻ്റെ ടൈമിലായിക്കോട്ടെ, എല്ലായിടത്തും നിങ്ങൾ ഒരുമിച്ചാ. ആ ടൈമിലൊക്കെ എല്ലാവരും എങ്ങനെയായിരുന്നു ബാക്കി ക്രൂ മെമ്പേഴ്സ് എല്ലാവരും? ആക്ച്വലി നമുക്ക് റീഡിങ് സെക്ഷനിലാണ് എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നത്. അപ്പോൾ പിന്നെ ഓൾറെഡി കുറച്ച് പേരെയൊക്കെ നമുക്കറിയാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ റഹ്മാനായിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ്. അന്നേ റസൂലിലാണ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തത്. പിന്നെ ഗണുവിനെ എനിക്കറിയാം, ചന്തുവിനെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പരിചയമുണ്ട്. അരുൺ കുര്യനെ അറിയാം. പിന്നെ ജീൻ ചേട്ടനെയാണ് എനിക്ക്, ബാലുവിനെ അറിയാം. ജീൻ ചേട്ടനെയാണ് എനിക്കിങ്ങനെ, പുള്ളി ഡയറക്ടറുമാണ്. പിന്നെ ആളെ എനിക്ക് എങ്ങനെയാണ് ക്യാരക്ടർ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉള്ളൊരു പരിപാടിയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആളായിട്ട് എങ്ങനെയായിരിക്കും നമ്മൾ വർക്ക് ചെയ്യണമെന്നൊക്കെ ഉള്ളത്.
പക്ഷെ എനിക്കാണ് ഈ ക്രൂവിൽ ഏറ്റവും ഭയങ്കര പാവം മനുഷ്യൻ അയാളായിരിക്കും. ഭയങ്കര കംഫർട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് എന്ത് സംസാരിക്കാം, ഭയങ്കര കൂളാണ്. അതായത് എല്ലാവരേക്കാളും. പിന്നെ ഉള്ളത് പിന്നെ ബാക്കി എല്ലാവരും അങ്ങനെ വേറൊരു അങ്ങനെ നമുക്കങ്ങനെ കംഫർട്ടബിൾ അല്ലാത്ത ഒരാളോ അങ്ങനെ ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചിട്ട് പോലുമില്ല. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ 11 പേരും ഒരു സ്ഥലത്തായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു മിങ്കിളിങ് പരിപാടി സെറ്റാവാതെ ഇത് വർക്കൗട്ട് ആവില്ലെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ സോങ്ങാണ് ആദ്യം. അപ്പോൾ ആർക്കും അങ്ങനെ നമ്മൾ സാധാരണ ടൂറൊക്കെ പോണ ആ വൈബ് പരിപാടി പിടിച്ച് അങ്ങോട്ട്. പിന്നെ അങ്ങനെ പിന്നെ ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്കായാലും ഇപ്പോൾ വാസി, ജീഞ്ചറിനായാലും ബാലു ഒക്കെ ആയാലും ഇപ്പം നമ്മൾ എന്ത് രീതിയിൽ നമ്മൾ പെർഫോം ചെയ്താലും നമ്മളവർ ഇപ്പോൾ ഒരു അപ്രിസിയേഷൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതിപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ എഡിറ്റിൽ പടം കാണും. എഡിറ്റ് ചെയ്യേണ്ട എല്ലാവരും കൂടി ഇരുന്നൊരു പടം കാണും. അപ്പോൾ അന്നന്ന് എടുക്കുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് പേഴ്സണലി തോന്നാണ് ഇതിപ്പോൾ നമുക്ക് ഇതിനേലും മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയിട്ട് നമ്മൾ പിറ്റേ ദിവസം അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് തുടങ്ങും. അത് ആ എഡിറ്റ് കാണുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് നമുക്കത് ചെയ്യാനായിട്ടുള്ളൊരു സാധനം തോന്നും. പിന്നെ ഉള്ളത് ഈ കൂടെയുള്ള ആൾക്കാർ എല്ലാവരും നമ്മളോട് പറയും എടാ ഇന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ അത് കുറച്ചുകൂടി നമുക്ക് മൈലേജ് ഉണ്ടാക്കണ കാര്യമാണ്. ഇപ്പോൾ ഗണു ആയാലും ബാലു ആയാലും അങ്ങനെ ഇന്ന ആളെന്നില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എടാ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ചില കാര്യങ്ങൾ വേണമെങ്കിൽ എടാ നീ ഇങ്ങനെ ചെയ്ത് നോക്കിയേ എന്നൊക്കെ വന്നിട്ട് നമുക്ക് സാധാരണ അങ്ങനെയൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഒരു കോപ്പറേഷനൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ടീം മുഴുവൻ നിങ്ങൾ 11 പേര് മാത്രമല്ല ക്രൂ മെമ്പേഴ്സും കൂടെ ആയ ഒരു മിംഗിളിങ്ങിലാണ് മഞ്ഞുമലയുടെ ആ ഒരു ഇമോഷൻ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത്ര വലിയ ലെങ്തി ക്യാരക്ടറൊന്നും ചെയ്തിട്ടില്ല. കമ്മട്ടിപ്പാടം ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കിങ്ങനെ പെർഫോം ചെയ്യാൻ കിട്ടുന്നൊരു സ്പേസ് ഇതിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആദ്യം അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ ചെയ്യും. എനിക്ക് ആ പടം തീരുന്നവരെ അങ്ങനത്തെ ഒരു ടെൻഷനുണ്ട്. ഇപ്പോൾ ഈവൻ ചെറിയൊരു സീനായാൽ പോലും അതെങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ട്രാക്കിലേക്ക് ഇപ്പോൾ ആദ്യം ഒരു സോങ് സീക്വൻസ് ഭയങ്കര ഹാപ്പിനെസ് ആണ് എല്ലാവർക്കും. അതിൽ നിന്ന് നേരെ കയറുന്നത് ഒരു ഇമോഷണൽ ട്രാക്കിലേക്കാണ്, ആ ഒരു പോലീസ് സ്റ്റേഷൻ സീനിലേക്ക്. അതിലേക്ക് ചെന്ന് കഴിഞ്ഞ് അപ്പം എല്ലാവരും ഒരു ചെറിയൊരു കരച്ചിലിൻ്റെ വക്കിൽ ഇങ്ങനെ നിൽക്കണ ഒരു സീനിൽ പെട്ടെന്ന് എന്നോട് ബാസി വന്നിട്ട്, ബാസിക്കൊന്നും ഷൂട്ട് പോലും ഇല്ല. അപ്പോൾ ബാസി പെട്ടെന്ന് ഫ്രെയിമിലേക്ക് കയറിയുന്നുണ്ട്, എടാ അതേ ജിൻസനെ നിനക്ക് അറിയാവുന്നല്ലേ, ജിൻസൺ കരയുന്നില്ല, നീ ഒന്ന് മാറ്റി പിടിച്ച് വയ്ക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ ജിൻസൺ ശരിയാണ്, ജിൻസൺ അതിൽ ഇത്തിരി പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്ന് റേസ് ആവാം, പെട്ടെന്ന് സ്വഭാവമൊക്കെ മാറും. പുള്ളി ഒരു വേറൊരു മൂഡിലേക്ക് തന്നെ ജിൻസൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടാവും ആൾക്ക് ഉള്ളിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അടുത്ത ടേക്കിന് പിടിച്ചു വയ്ക്കിയപ്പോൾ ചിതുവും ഷൈജുക്കൊക്കെ പറഞ്ഞടാ ഇത് പിടിച്ചായിരുന്നത്. പിന്നെ ആ സാധനം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പടം എൻ്റെ വരെ. ഇപ്പോൾ പറഞ്ഞല്ലോ ശ്രീനാഥ് ബാസി അന്നേരം മറ്റേ പോലീസ് സ്റ്റേഷൻ്റെ സീനിൽ വന്നിട്ട് പറഞ്ഞു തന്ന് എടാ ജിൻസൺ ഇങ്ങനെയല്ല ചെന്ന് ആലോചിക്കാൻ. നിങ്ങൾ ഈ പ്രീയുടെ സമയത്ത് നിങ്ങൾ ഈ റിയൽ ക്യാരക്ടേഴ്സിനെ മീറ്റ് ചെയ്തായിരുന്നു? ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും. പിന്നെ 2 പേര് പുറത്താണ്, ബാക്കി എല്ലാ ആൾക്കാരും നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചിതുക്ക് ഓൾറെഡി അവർ വെച്ചിട്ടൊരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. ഡോക്യുമെൻ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസ് സാധനങ്ങൾ ആദ്യമേ കണ്ടപ്പോഴും. അത് കഴിഞ്ഞിട്ട് ഞാൻ മീറ്റ് ചെയ്യണത് നമ്മളൊരു ദിവസം വടംവലി പ്രാക്ടീസ് ചെയ്തായിരുന്നു, മുളകുകാട് ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവരും വന്നിട്ടുണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്യാനല്ല, അവരവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്യണം എല്ലാവരും. അപ്പോൾ അവർ ആ സമയത്ത് തുടങ്ങി അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വടംവലിയൊക്കെ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ അവർ ഓൾറെഡി പണ്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് തരാതെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈകിട്ട് എല്ലാവരും കൂടി ഒന്ന് കൂടി. അന്നാണ് നമ്മൾ ജിൻസനെയൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന. അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൂപ്പിച്ച് ലാസ്റ്റ് ജീഞ്ചറിനോട് നമുക്ക് ഇടിയിടാന്നാണ് പറയണത്. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ്.
അപ്പോൾ ആ ഒരു സാധനമൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു ഇവരെല്ലാവരും. എന്തായാലും എന്തെങ്കിലും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ എപ്പോൾ വേണമെങ്കിലും അവൈലബിളും ആയിരുന്നു. ഇപ്പോൾ അവർ നാട്ടിൽ ചെന്നാലായാലും നമ്മൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോലെ തന്നെ അവരും എഫേർട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു എല്ലാവരും ആ ഒരു ഇരുന്നത് കൊണ്ടായിരിക്കാം മേ ബി ഇത് ഇത്രയും സക്സസ് ആയതും അവരുടെയും കൂടെ എഫേർട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ. യെസ്. അപ്പം നമ്മൾ ഇപ്പം ഓൾറെഡി വിഷ്ണു പറഞ്ഞല്ലോ അന്യ റസൂലിനകത്തും ചെറിയ ക്യാരക്ടറായിരുന്നെങ്കിൽ അതിനകത്ത് ഉണ്ടായിരുന്നു, കമ്മട്ടിപ്പാടത്തിനകത്തുണ്ടായിരുന്നു, മഞ്ഞുമല്ലിനകത്തുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ഓരോതിലും വരുമ്പോൾ അന്യം റസൂലും സൂപ്പർ സ്റ്റാർസ് ഫഹദ്, ആൻഡ്രിയ വരുന്നത്, കമ്മട്ടിപ്പാടത്തിന് DQ, ഇവരെല്ലാം വരുമ്പോൾ ഓരോ സെറ്റിൽ ഓരോ അനുഭവങ്ങളായിരിക്കും. സോ അവിടെ നിന്നൊക്കെ പഠിക്കാൻ പറ്റിയത് എന്തായിരുന്നു? കൂടെ മഞ്ഞുമല്ലും കൂടെ കമ്പയർ ചെയ്തു. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ പഠിക്കാൻ പറ്റിയത് എന്തായിരുന്നു ഓരോ സെറ്റിലും? നമുക്ക് സിനിമ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയെക്കുറിച്ച് ഞാൻ ആക്ച്വലി വലിയ വഴമ്പിലത്തുരുത്തെന്ന് പറയും, ചേന്നമംഗലം, പറവൂർ. അവിടെ നിന്നുള്ള സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്നൊക്കെ വന്നിട്ട് സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ എറണാകുളത്ത് വന്ന പിന്നെയാണ്. എറണാകുളത്ത് ഞാൻ വരുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതുവരെ നമ്മളവിടുത്തെ ഒരു ഐലൻഡാണ്. അവിടുന്ന് വഞ്ചിക്കൊക്കെ വേണം പുറത്തേക്ക് പോകാൻ. അല്ല, പണ്ട് സിനിമ പറയത്തില്ല, സിനിമ മോഹവും പ്രേമിച്ചുകൊണ്ട് ഞാൻ ചെന്നൈയിൽ ചെന്നു. മോഹം പരിപാടിയൊന്നുമല്ല. ചെന്നൈയിൽ കറങ്ങി തിരിഞ്ഞിങ്ങനെ നമുക്ക് അവിടെ റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇവര് സ്ഥിരമായിട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വരും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കമൽ K ഇപ്പോൾ പട എന്ന് പറഞ്ഞിട്ടുള്ള പടം ഡയറക്റ്റ് ചെയ്തത്. പുള്ളി അവിടെ വന്നിട്ട് ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവരിങ്ങനെ കാസ്റ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ വിനയ് ഫോർട്ടിനെയൊക്കെയാണെന്നാണ് എനിക്ക് കാസ്റ്റ് ചെയ്തിരുന്നത് ആദ്യം. അപ്പോൾ ചെറിയൊരു വർക്ക്ഷോപ്പ് ഫിലിമാണ്, ഷോർട്ട് ഫിലിം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അപ്പോൾ ആ പുള്ളിക്ക് എന്താ അപൂർവരാഗം സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഡേറ്റിൻ്റെ ക്ലാഷായിട്ട് പുള്ളി അവൈലബിൾ അല്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് മധു നീലാണ് സാറും കമലേട്ടനും കൂടി ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്നോട് ചോദിച്ചു, എടാ നീ അഭിനയിക്കുമെന്ന് ചോദിച്ചു. ഞാനപ്പോൾ എടുത്തായിക്കാണ്, വേണമെങ്കിൽ നോക്കാം. അങ്ങനെയാണ്, വേണമെങ്കിൽ നോക്കാം. അപ്പം ഞാൻ ഇവരോടൊക്കെ ഡീൽ ചെയ്തിരുന്ന ഈ ഒരു ഭാഷയിലാണ്. എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ എല്ലാവരും എന്നോട് പറയും, നീ ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കാൻ ഒരു പൊളൈറ്റ്നെസ് ഇല്ല സംസാരത്തിൽ എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിങ്ങനത്തെ ഒരാളാണ്. ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ നോക്കാം എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ചെറിയൊരു സീക്വൻസ് എന്നോട് പറഞ്ഞിട്ട് ചെയ്തു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതുവരെ എനിക്ക് ഇങ്ങനെയായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഒന്നുമില്ല. ഡാൻസൊക്കെ ചെയ്യുമായിരുന്നു പണ്ട്, മറ്റേ ബ്രേക്ക് ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആ ചെറിയ സീക്വൻസ് ചെയ്ത് കാണിച്ചു കൊടുത്ത് പറഞ്ഞ്, എടാ നീ നാളെ കൊച്ചിയിലേക്ക് പോവാ, അവിടെയും ഷൂട്ടുന്നു. അങ്ങനെയാണ് നമ്മൾ അഭിനയത്തിൻ്റെ ഒരു പാതയിലേക്ക് കയറി വന്നത്. ആദ്യത്തെ ഒരു കാൽവെപ്പ് അത് 2 ദിവസം ഷൂട്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് ക്യാമറയുടെ മുന്നിൽ ചെല്ലുമ്പോഴാണല്ലോ ഇതിൻ്റെ പരിപാടികളൊക്കെ. പക്ഷെ നമ്മൾ അവരെ ഫോളോ ചെയ്യുക എന്നുള്ളത് എനിക്ക് ആ സമയത്തൊരു ഓപ്ഷൻ. അത് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. എക്സ്പെഷ്യലി മറ്റേ ഗീത മോഹൻദാസ്, പുള്ളിക്കാരിയൊക്കെ നമ്മളെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര അടിപൊളിയായിട്ട് പറഞ്ഞു, എടാ കൊള്ളാട്ടോ, നീ കുഴപ്പമില്ല, പിന്നെ അടുത്ത പടത്തിൽ അഭിനയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ആഗ്രഹം പരിപാടി എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അന്യ റസൂലും ഇതുപോലെ തന്നെ ഷൂട്ട് കാണാൻ ചെന്നപ്പോൾ ബോട്ടിലെ സീനിലൊക്കെ പിടിച്ചു നിർത്തി. അങ്ങനെ ആ പരിപാടി പിന്നെ അങ്ങനെ ആ സമയത്താണ് ഞാൻ എറണാകുളത്തേക്ക് വന്നത്. ആ സമയത്ത് ഞാൻ ഡിഗ്രിയൊക്കെ പഠിക്കണ്ട അന്യ റസൂലാണ്. ആ സമയത്ത് എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട കുറേ പേരൊക്കെ ആയിട്ട് സർക്കിളൊക്കെ ഒന്ന് വലുതായി പിന്നെയാണ് അധികം സിനിമകളൊക്കെ കാണാൻ തുടങ്ങുന്നതും സിനിമയെപ്പറ്റി ഒരു ബോധമൊക്കെ വരുന്ന ആ സമയത്താണ്. പിന്നെ കമ്മട്ടിപ്പാടം കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരിടയ്ക്ക് ഇങ്ങനെ കോൺഫിഡൻസ് ഒക്കെ പോയി, നമുക്കിത് പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ്. ഞാൻ ഓഡീഷൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല ജീവിതത്തിൽ. ആദ്യമായിട്ടൊരു ഓഡീഷന് പോയിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ വലിയ പെരുന്നാളിൻ്റെ ഓഡീഷന് പോയിട്ട് ഞാൻ അവിടെ നിന്ന്, അതായത് ഓഡീഷൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി പോയത്, ഫ്രണ്ട് വിളിച്ചിട്ട്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് അവിടെ പെർഫോം ചെയ്യുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് പോയിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് കണ്ട് നൈസായിട്ട് ഞാൻ അവിടെ നിന്ന് ഉരിപ്പോന്നു. ഞാൻ പോയി. എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു എനിക്കിത് പറ്റണ പരിപാടിയല്ലെന്ന്. അങ്ങനെ രഞ്ജൻ പ്രമോദ് സാർ ഒരു പടം തുടങ്ങാൻ നേരത്ത് പുള്ളിനെ എനിക്ക് പേഴ്സണലി അറിയാം. ഞാനപ്പോൾ കളക്ട് ചെയ്യുന്നതുകൊണ്ട് രാജീവ് സാറിൻ്റെ സ്റ്റുഡിയോയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ വെച്ചിട്ട് രഞ്ജൻ പ്രമോദ് സാറിനെ കാണുന്നു. പുള്ളിക്ക് എന്താ എൻ്റെ വൈബൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് കലപിലാന്നൊക്കെ സംസാരിക്കുന്ന ആളാണ്. അല്ലാത്ത ആൾക്കാരോട് കുറച്ച് ഇൻട്രോവേർട്ടാണ്.
അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണെന്നാണ് പുള്ളി ഇങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോളറോട് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് അങ്ങനെ ഒരു ഓഡീഷൻ മീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞാൻ അവരുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓഡീഷനാണെന്ന് മനസ്സിലാണ് പിന്നെയാണ്. അപ്പോൾ എന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റില്ല. നേരത്തെ ഇറങ്ങി ഓടിയ പോലെ എനിക്ക് ഓടാൻ പറ്റാത്തതുകൊണ്ട് ഞാനവിടെ ചെന്ന് അവരെ മീറ്റ് ചെയ്തു, സംസാരിച്ചൊരു 3 സീക്വൻസ് പറഞ്ഞ് ആദ്യത്തെ പാളിപ്പോയി. ചിരിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പറ്റിയില്ല, ഞാൻ തന്നെ ഇരുന്ന് ചിരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ചിരി കിട്ടിയിട്ടുണ്ട്, ഇനി അടുത്ത പരിപാടി. ബാക്കി 2 പരിപാടിയും, ഒരു ഇമോഷണൽ പരിപാടിയും പിന്നെ ഒരു മാസ് പരിപാടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് ആ ഇമോഷൻ പരിപാടിയൊന്നും അപ്പം ഞാനവിടെ ചെയ്തത് അങ്ങനെ ഫുൾ ബ്ലാങ്കാണ്. നമുക്കങ്ങനെ ഇതേവരെ ഒരു പരിപാടി ചെയ്യാത്ത ഒരാൾ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആയത് വലിയ പെരുന്നാളിന് ഓഡീഷന് പോയപ്പോൾ അവിടെ പെർഫോം ചെയ്യണം ആ ചെക്കനെ കണ്ടിട്ടാണ് ഞാൻ ഓടിയത്. അവിടെ പെർഫോം ചെയ്ത സാധനമാണ് ഞാനവിടെ ചെയ്തത്. അത് പക്ഷേ എന്തോ വർക്കൗട്ടായി. അവർ പറഞ്ഞു ഇത് രസമുണ്ട്, ഇനി ഒരു മാസം സാധനം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. അങ്ങനെ അവിടെ നിന്ന് തന്നെ ഞാൻ ചാടി എഴുന്നേറ്റ് ആ പ്രൊഡ്യൂസർ തന്നെ ചീത്ത വിളിച്ച് ടേബിളിട്ട് 2 അടിയൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു കൊള്ളടാന്ന്. പക്ഷെ ആ പ്രൊജക്റ്റ് ഒന്നും നടന്നില്ല. അതായിരുന്നു ഒരു ഓഡീഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സ്പീരിയൻസ്. അതിൽ പിന്നെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് പരിപാടി, ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പടം. അപ്പം എനിക്കങ്ങനെ പിന്നെയാണ് കൂടുതലിങ്ങനെ നമ്മൾ സിനിമയെ കാണുമ്പോൾ പെർഫോമൻസ്, മേക്കിംഗ് അങ്ങനത്തെ പരിപാടിയൊക്കെ നോക്കി അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ആരും അങ്ങനെ നമുക്ക് കൊണ്ട് തരില്ലല്ലോ. പക്ഷേ ചിദംബരം അത് എനിക്ക് തന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര എൻ്റെ ഒരു മാക്സിമം എഫേർട്ട് കൊടുക്കണമെന്ന് നിർബന്ധിതമാണ്. എനിക്കത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് പരിപാടി എന്തോ പായത്തിന് വർക്കൗട്ടായി. അതെ. ഈ മഞ്ഞുമലിനകത്ത് വടം വലിക്കുന്ന സീനുണ്ടല്ലോ, സത്യത്തിൽ വിഷ്ണു അങ്ങനെ വടം വലിക്കാൻ വല്ലതും പോയിട്ടുണ്ടോ? നമ്മള് ഓണത്തിനൊക്കെ വടംവലി ഉണ്ടല്ലോ. 10th പഠിക്കുമ്പോൾ നമ്മുടെ നാട്ടില് കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ വടംവലിക്കൊക്കെ പോയിരുന്നു. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈകിട്ടൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് അതായത് ഓപ്പോസിറ്റ് സപ്പോർട്ട് ചെയ്യണമല്ലോ, കുറച്ച് ഓപ്പോസിറ്റ് കളിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഞങ്ങൾ അവരെ തോപ്പിക്കും. അല്ല, അത് ഒരു ഫണ്ണായിട്ട് പറഞ്ഞാണ്. അപ്പോൾ അതെനിക്ക് അറിയാം എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ അറിയാം. അപ്പോൾ ഇതിലിങ്ങനെ വടംവലിയുടെ പരിപാടി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു കസിനോട് പറഞ്ഞു. അപ്പോൾ അവൻ മുളക് അടുത്തൊരു ടീമിനെ സെറ്റാക്കി തന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, വടംവലി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ ഷൂട്ടിനൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് ഇത് പരിപാടി. അതായത് നമ്മളിത് ഒരു പ്രാവശ്യം വെറുതെ ഇങ്ങനെ വലിച്ചാൽ മാത്രം പോരല്ല, അത് ആ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്നിട്ട് ഡയലോഗ് പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര പണിയാണ്. സത്യത്തിൽ മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്ത് ഫസ്റ്റ് തിയേറ്റർ റിലീസിന് ശേഷമാണ് റിയൽ ആൾക്കാരെ നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ അറിയുന്നില്ല അതിനകത്തും ഇവർ റിയൽ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പം അങ്ങനെയാണ് അവരെപ്പോഴും അവരുടെ ഇൻവോൾവ്മെന്റ് അപ്പോൾ ത്രൂ ഔട്ട് ആ പടത്തിൽ ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ മാത്രമല്ല അവരും കൂടെ ഇപ്പോഴും നമ്മൾ വിളിക്കാറുണ്ട്. 2 ദിവസം മുന്നേ ബാസി എന്ത് രാത്രിയായപ്പോൾ കറങ്ങി തിരിഞ്ഞ് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. ഓക്കെ, നമ്മൾ മഞ്ഞുമലിനകത്ത് കാണുന്ന പോലെ ട്രാവലിംഗ് അതിനകത്ത് വരുന്നുണ്ടല്ലോ. വിഷ്ണു അതേപോലെ ഒരു ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെ ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ടോ? നമ്മൾ യാത്ര ചെയ്യണം, എന്നാലേ നമുക്ക് നല്ല അനുഭവങ്ങൾ. ഈ ട്രാവൽ ചെയ്ത് അങ്ങനെ എപ്പോഴെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ? അങ്ങനെ ലൈഫിൽ എന്തോ ഭാഗ്യത്തിന് ഉണ്ടായിട്ടില്ല. അല്ലാതെ ട്രാവൽ ചെയ്യാൻ അടങ്ങി ഒതുങ്ങി പോവാ തിരിച്ചു ഇങ്ങനെയുള്ള പരിപാടി ചെയ്തിട്ടില്ല. ഇത്ര അഡ്വഞ്ചർ പരിപാടിയൊന്നും കിട്ടിയിട്ടില്ല. നൈസ്. മലയാളത്തിൽ നിന്നൊരു മൂവി മഞ്ഞുമൽ ബോയ്സ് പോലൊരു മൂവി നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ പ്രാവശ്യം. ഇതുപോലെ തന്നെ നമ്മളൊരു കാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ, അത് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും പറഞ്ഞു നോക്കാം. നമ്മൾ ഇതിൻ്റെ പ്രിയൊക്കെ നടക്കുമ്പോൾ ഞങ്ങളൊരു ദിവസം എഴുത്ത് പരിപാടിയൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളൊരു കാട്ടിൽ കയറി. അവിടെ ചെന്ന് നമ്മളിങ്ങനെ വൈകിട്ട് സൺറൈസ് ഒക്കെ പിടിക്കാനുള്ള പരിപാടി ചെന്നതാണ്. തിരിച്ചു തന്നെ വഴി കുറച്ച് ഒരു ആനനെ കണ്ടിട്ട് തിരിച്ചു തന്നെ വഴി നമുക്ക് മിസ്സായിപ്പോയി. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു ലൈറ്റ് കാണുന്നുണ്ട് ഒരു വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ ഇത് ഇന്ന ആളുടെ ഫാമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ലക്ഷ്യമാക്കി പോയി പിന്നെയാണ് പറയണത്. അപ്പോൾ ഇതുപോലെ തന്നെ ജീപ്പ് വന്ന ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴി നമ്മൾ ഫോളോ ചെയ്ത് പോയാണ്. ആ വഴി താഴേക്കാണല്ലോ, അപ്പോൾ എന്തായാലും അവിടെ എത്തുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ലൈറ്റും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വിളിക്കുമ്പോൾ ആൾക്കാർ ടോർച്ചൊക്കെ അടിച്ച് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു 7:30 ആയിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ആ വഴി ഇങ്ങനെ നടന്ന് നടന്ന് കുറേ പോയി കഴിഞ്ഞിട്ട് ഈ ലൈറ്റ് മിസ്സായി പോയി. ഓ, പിന്നെ നമുക്കൊന്നും കാണില്ല, ഇരുട്ടായി മൊത്തം. അപ്പോൾ കൂടെയുള്ള ലോക്കലായിട്ടുള്ള ഒരാളുണ്ട്. അപ്പോൾ ആള് പറഞ്ഞ് ഈ വഴി നേരെ പോണ തൊടുപുഴക്കാന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്യമില്ലാത്ത പോക്കാണെന്ന് മനസ്സിലായി. ലാസ്റ്റ് നമ്മൾ ഒരു സൗണ്ട് കേട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ലിറ്ററലി നിരങ്ങിയാണ് ഇറങ്ങണത്. ഇറങ്ങി പിന്നെ പേടിയായി തുടങ്ങി. അതായത് ആനയൊക്കെയുള്ള സ്ഥലമാണ്. ഒരാനെ കണ്ടപ്പോഴാണ് നമ്മളെ വഴി ഇങ്ങനെ മാറിപ്പോയത് ആക്ച്വലി. അങ്ങനെ താഴേക്ക് ഇറങ്ങി ആ ഒരു വെള്ളമൊക്കെ ഒഴുകണ സ്ഥലത്ത് ചെന്ന്, അരുവി പോലെ അവിടെ ചെന്ന് നമ്മളിരുന്ന് ക്യാമ്പ് ഫയറൊക്കെ ഇട്ടിട്ട് മ്യൂസിക്കൊക്കെ വെച്ച് അങ്ങനെ അത് ചില്ല് ചെയ്യാന്ന് തീരുമാനിച്ചു. പെട്ടുപോയതാ, എന്നാൽ അവിടെ ചില്ലിങ് ആക്കി. പിന്നെ അവിടെ ചില്ലിങ് ആക്കി. പിന്നെ ആ ലോക്കൽ ആളുടെ കഥയൊക്കെ കേട്ട് നമ്മളിരുന്ന് പാട്ടൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്പീക്കറൊക്കെ ഓഫായി. വേറെ രക്ഷയൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു 2:45 എല്ലാവരും പയ്യെ ഉറങ്ങുന്നുണ്ട്. ചില ആൾക്കാർ ഉറങ്ങും, 2 പേരൊക്കെ എഴുന്നേറ്റിരിക്കും. ഇത് ആനയൊക്കെ വരും പറയാൻ പറ്റില്ലല്ലോ, എന്താണ് വന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ലാസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 3 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ്. മഴയത്ത് കാട്ടിൽ നിന്നുള്ള അനുഭവം അറിയാമല്ലോ. പിന്നെ എനിക്ക് ഈ അട്ടനെയൊക്കെ എല്ലാവർക്കും പേടിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇതാണ്, ഇതിനെ കണ്ടാൽ തന്നെ നമുക്ക് ഒരു ഇച്ചിങ്ങൊക്കെ തുടങ്ങും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുള്ളി പറഞ്ഞ് ഇനി ഇവിടെ നിന്നാൽ രക്ഷയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫുൾ സാധനമൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നടത്ത സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അവിടെ ഒരു ഈ 11 kV ലൈൻ കമ്പി പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്കൊരു അതായത് ആ ലോക്കൽ ആൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം. പുള്ളീനെ ഫോളോ ചെയ്തോളാൻ പറയണം. അപ്പോൾ നമ്മൾ രാത്രി ഒന്നും കാണാൻ പറ്റുന്നില്ല. അത്ര നേരം നമ്മൾ സൈഡിൽ കൂടെ ഒക്കെ നോക്കി നടന്ന ആൾക്കാർ പുള്ളിനെ മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ പോയി കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ പോയ വഴിയെ തന്നെയൊക്കെ എത്തുന്നുണ്ട്. നമുക്ക് പെട്ടുപോയി മൊത്തത്തില്. പുള്ളി പറഞ്ഞു ഇവിടെ ഒരു ലൈൻ കമ്പി ഉണ്ട്, ഇതാണ് ഞാൻ നോക്കണേന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്ക് ഇത് കിട്ടി. അങ്ങനെ ഞങ്ങളൊരു 1.5 മണിക്കൂർ ആ കാട്ടിൽ കൂടെ നടന്നു. ആ സമയത്ത് നമുക്ക് ഒന്നിനെ പേടിയില്ല, ഒന്നുമില്ല, ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും എത്തണം. അങ്ങനെ ലാസ്റ്റ് നമ്മൾ നടന്ന് 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ ആ ഫാമിലെത്തി. അപ്പോൾ ശരിക്ക് നമ്മൾ മൊത്തത്തിൽ അട്ട, അതായത് ഇവിടെയാണ് അട്ട ഇരിക്കുന്നത്. നമ്മൾ ഫുൾ ഫ്രഷായി അവിടെ ചെന്നിട്ട്. ഫുൾ ബ്ലഡാണ്, കാലൊക്കെ മൊത്തം ചിതുവിൻ്റെ ഒക്കെ കാലുണ്ടാവില്ല, ഫുൾ യേശു ക്രിസ്തു പോലെ തന്നെ ഇരിക്കണം. അതായത് മൊത്തത്തിൽ അട്ട അടിച്ചിട്ട് അത് ഫുൾ എല്ലാവരും ഫ്രഷായിട്ടിരുന്ന് അകത്തിരുന്ന് ചായ പിടിക്കാൻ നേരത്ത് ചിതുവിൻ്റെ ഇവിടെ ഇരിക്കുന്ന ഒരു അട്ട. അതായത് ഇത് ഫുൾ ഇലകളിലൊക്കെ ഉണ്ട് ഈ അട്ട, താഴെ മാത്രമല്ല. പിന്നെ അന്നത്തോടെ അട്ടയുടെ പേടിയൊക്കെ പോയി. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ പെടലി പെട്ടിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. മഞ്ഞുമലിന് വേണ്ടി തന്നെ അത്ര ഒന്നും എത്തിയിട്ടില്ല അല്ലേ? അല്ല, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മൾ മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിലെ ഒരു മൂവി തമിഴിൽ വളരെയധികം അംഗീകാരം നേടിയ ഒരു മൂവിയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. 2024 പൊതുവെ ഇറങ്ങിയ മൂവീസിൽ ഏറ്റവും കൂടുതൽ അംഗീകാരപ്പെട്ടതാണ് മഞ്ഞുമൽ ബോയ്സ്. അത് സെയിം തമിഴിൽ ചെന്നപ്പോഴും തമിഴ്നാട്ടുകാർ ജനങ്ങൾ ശരിക്കും അവർ നല്ല രീതിയിൽ സ്വീകരിച്ചു. അപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉലക നായകനായ കമൽ സാറാണ് നിങ്ങളെ മഞ്ഞുമലിൻ്റെ എല്ലാ ആർട്ടിസ്റ്റുകാരെയും ക്ഷണിച്ചത്. സോ ആ മൊമെൻ്റ് ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്? അതിനി ലൈഫിൽ അങ്ങനത്തെ ഒരു മൊമെൻ്റ് ഉണ്ടാവുമെന്ന് തന്നെ ഭയങ്കര സംശയം എന്നെ സംബന്ധിച്ച്. അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഇത് കേട്ടപ്പോൾ. ഇങ്ങനെ പടം അവിടെ റിലീസായി എല്ലാവരും കാണുന്നുണ്ട്, ചെന്നൈയിലൊക്കെ ഭയങ്കര അഭിപ്രായമാണെന്ന് ഇങ്ങനെ കേൾക്കുമ്പോഴും ഇങ്ങനൊരു കാര്യം എക്സ്പെക്ട് ചെയ്യാനുള്ളതല്ല. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ PR വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഗണു ആണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ കമൽ സാറിന് ബോയ്സിന് എല്ലാവരും കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളുടെ ഇത് പോയി. പിന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവിടെ ചെല്ലുന്ന പുള്ളിനെ കണ്ട് ഇറങ്ങുന്ന ഒരു ആ സാധനമുണ്ട്. അത് ഭയങ്കര ഒരു മൊമെൻ്റാണ് ലൈഫിൽ മറക്കാൻ പറ്റാത്ത. പുള്ളി സംസാരിച്ചപ്പോഴൊക്കെ ഭയങ്കര ഹാപ്പി മൊമെന്റ്. അതെ, പുള്ളിയായിട്ട് ഒരു 1/2 മണിക്കൂറോളം നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. അതാണ് ഭയങ്കര കാര്യം. അല്ലാണ്ട് നമ്മൾ ചെന്ന് വെറുതെ ഹായ് പറഞ്ഞ് ഒരു ഫോട്ടോ എടുത്ത് പോകാനല്ലാതെ നമുക്ക് കുറേ നേരം സംസാരിക്കാനൊക്കെ പറ്റി. അതായത് പുള്ളി ആ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു? പിന്നെ അതിന്റെ വിശേഷങ്ങളെല്ലാം കണ്ടിട്ടാണ് സംസാരിച്ചത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പുള്ളി ഓൾറെഡി ഗുണ അവിടെ ഷൂട്ട് ചെയ്തേക്കണോണ്ട് അതൊക്കെ അന്നത്തെ ഒരു എക്സ്പീരിയൻസും നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റി ഭയങ്കരമായിട്ട്. അതെ, ഈ പറഞ്ഞ പോലെ കമലഹാസൻ സാറിന്റെ വളരെ എന്താ പറയാ മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു ലൈഫിൽ കിട്ടിയതല്ലേ വിഷ്ണുവിന്? ഓക്കെ, ഈ മൂവി വിഷ്ണുവിൻ്റെ ഫാമിലി കണ്ടപ്പം ഏറ്റവും കൂടുതൽ വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ്. 10ാം ക്ലാസ് ഒരു സ്ട്രിക്റ്റ് ആയിരുന്നെന്ന് അറിഞ്ഞല്ലോ.
ആയിരുന്നു. ഇത് എവിടെ നിന്ന് കിട്ടി? അതൊക്കെ കിട്ടി. ഓക്കെ, 10ാം ക്ലാസ് വരെ അടിച്ചാണല്ലോ എത്തിയേക്കണത്. അത് കഴിഞ്ഞിട്ട് കയ്യിൽ നിന്ന് പോയി അവരുടെ. നടക്കത്തില്ല, അടിച്ചാലും കാര്യമില്ലെന്നൊക്കെ. അല്ല, അവര് വർക്കലക്ക് പോയി. ഞങ്ങള് ഇവിടെ ചേന്നമംഗലം പറവൂരായിരുന്നു. അവിടെ നിന്ന് അവര്, ഞാൻ +1 പഠിക്കുമ്പോഴാണ് വർക്കലേക്ക് പോയത്. അതിൽ പിന്നെ ഞാൻ തറവാട്ടിലാണ് വന്നത്. സ്ട്രിക്റ്റ് ഒക്കെയാണ് ഭയങ്കര. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് നല്ല ഒരു ഫ്രീഡം ഒക്കെ തന്നിട്ടുണ്ട്. ഇന്നത് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒരു സാധനമൊന്നും ഒരാളും അച്ഛനമ്മയായാലും പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ഇളയച്ചനാണ് എല്ലാ കാര്യത്തിനും, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഭയങ്കര സപ്പോർട്ട് ആയിട്ട് നിന്നിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രഷർ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു 21ാമത്തെ വയസ്സ് മുതൽ വീട്ടിലെ പരിപാടികളൊക്കെ നോക്കണതാണ്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ ജോലി പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പല പരിപാടിയും ചെയ്തിട്ടുണ്ട്. 21 വയസ്സിൽ നിന്ന് 33ാമത്തെ വയസ്സിലാണ് മഞ്ഞുമൽ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെയ്യാത്ത പണികളൊന്നുമില്ല. എല്ലാ പരിപാടിയിലും കുറേ പണികൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സിനിമയായിട്ട് പരിപാടി നമ്മൾ ഇതിലേക്ക് നിൽക്കണം എന്ന് ആഗ്രഹിച്ചത് 2015 മുതലാണ്. ആ സമയം മുതൽ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ, പിന്നെ സിനിമാറ്റോഗ്രാഫി അസിസ്റ്റ് ചെയ്തിട്ട്, പിന്നെ ലാസ്റ്റ് ഒരു 3 ഇയറായിട്ട് ഫോട്ടോഗ്രാഫി ആണ് ചെയ്തുകൊണ്ടിരുന്നത് പ്രൊഫഷണലായിട്ട്. അങ്ങനെയാണ് കറങ്ങിത്തിരിഞ്ഞ് ഇതിലേക്ക്. അപ്പോൾ ഫാമിലിയൊക്കെ അത്ര നാളും ഭയങ്കര സ്ട്രഗിളിങ് പീരീഡിലായാലും ഇവർ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പടം കാണാനായിട്ട് അച്ഛനമ്മ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. അപ്പോൾ ഞാൻ ഒരു വേറൊരു ഇൻ്റർവ്യൂവിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ എന്നെ തന്നാണ്. അപ്പോൾ അത് ഭയങ്കര ലൈഫിലെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അവർക്ക് അത്ര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നല്ലേ? അച്ഛനും അതെ, അച്ഛനും ഭയങ്കരമായിട്ട് അവർക്ക് അവരുടെ ഒരു സന്തോഷമാണ് അന്നത്തെ ദിവസത്തെ എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. പിന്നെ ഇവർ രണ്ടുപേരും ഈ പടം കാണാനുണ്ടാവുമോ എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഈ പടം കഴിഞ്ഞ ഉടനെ അവർക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നു, രണ്ടുപേർക്കും ഒരുമിച്ച്. അപ്പോൾ ആ സമയത്തുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര വലിയൊരു പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മളൊരു സാധനം പ്രൂവ് ചെയ്ത് നമ്മളെ ജോലിയൊക്കെ എടുക്കുന്നുണ്ട്, നമുക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പൈസയൊക്കെ ഉണ്ടാവും ഇടക്ക് എന്നല്ലാതെ ഇവർക്കൊരു സന്തോഷമൊന്നും കൊടുക്കാനായിട്ട് ഇതേവരെ പറ്റിയിട്ടില്ല എന്നെ കൊണ്ട്. അപ്പോൾ ഈ പടം അങ്ങനെ ഒരു പ്രതീക്ഷയൊക്കെ നമുക്ക് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ച് ലേറ്റ് ഇങ്ങനെ ഇതിൻ്റെ പണികൾ കാരണം കുറച്ച് നമ്മൾ ഡിസംബറിൽ റിലീസാവുമെന്ന് വിചാരിച്ച് പിന്നെ ജനുവരി പറ്റിയില്ലാണ്ട് പിന്നെ ഫെബ്രുവരിയിലാണ് ഇറങ്ങണത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കണം, ഞാനൊരു ഇത്ര നല്ല സാധനം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ ഒരു കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചൊന്ന് ഇവരൊന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ സാധിക്കില്ല എന്നൊക്കെയുള്ള ഇതിലിരിക്കുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവർക്ക് കാണാൻ പറ്റി. അവർക്ക് അങ്ങനെ ഒരു സന്തോഷം എനിക്ക് കൊടുക്കാൻ പറ്റില്ല ലൈഫിൽ. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഹാപ്പി മൊമെൻ്റ് ആണ്. ഇപ്പോൾ വിഷ്ണു പറഞ്ഞല്ലോ, നമ്മൾ വിഷ്ണു മൂവി ചെയ്തപ്പം ക്യാമറയുടെ ഫ്രണ്ടിലും ക്യാമറയുടെ ബാക്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഇനി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നത് ഫ്രണ്ടിൽ ക്യാമറയുടെ മുമ്പിലാണോ ബാക്കിലാണോ? ഇപ്പോൾ മുന്നിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം അല്ലേ? അപ്പം പക്ഷെ എനിക്ക് സിനിമാറ്റോഗ്രാഫി ഇഷ്ടമാണ്. എനിക്ക് പണ്ട് മുതലേ ഈ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ചെറുപ്പത്തിലെ മുതൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അത് ഒരു ഹോബി പരിപാടിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അത് പ്രൊഫഷണലായിട്ട് എടുത്ത്. പക്ഷെ ഇപ്പോൾ എനിക്ക് മുന്നിൽ നിൽക്കാനാണ് ഇഷ്ടമല്ലേ? മുന്നിൽ നിൽക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഈ പറഞ്ഞ പോലെ മുന്നോട്ടുള്ള പ്രോജക്ട്സ് എന്തൊക്കെയാണ് പുതിയതായിട്ട് വരാൻ? സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ഇതുവരെ പറയാറായിട്ടില്ല. മഞ്ഞുമലിന്റെ ഹാങ് ഓവർ അങ്ങോട്ട് മാറിയിട്ടുമില്ല അല്ലേ? കഴിഞ്ഞ് ഇനിയിപ്പോൾ പയ്യെ പുതിയ വർക്ക്സിലേക്കൊക്കെ ആയിട്ട് വലിയ പ്രോജക്റ്റുകൾ ചെയ്യാനുള്ള നല്ല ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഈ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഇത് ഫിലിം അല്ലാതെ വേറെ എന്തെങ്കിലും ജോബോ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും വിഷ്ണുവിനുണ്ടോ? ഞാൻ പ്രൊഫഷണലി ഫോട്ടോഗ്രാഫറാണ്. സിനിമാറ്റോഗ്രാഫി പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അതിലാണ് നമ്മൾ ഇത്ര നാളും ജീവിച്ചു വന്നത്. പിന്നെ ഇപ്പോൾ പിന്നെന്താ പറയണ്ടത്? ഒന്നുമില്ല. ഓക്കെ. ഇപ്പം
മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സേവിങ്സ് മനുഷ്യൻ ഇപ്പം ഈ പറഞ്ഞതുപോലെ വിഷ്ണു ഇപ്പോൾ മൂവി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ വന്നു, എല്ലാവരും ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് സേവിങ്സ് എന്നത് നമ്മുടെ ലൈഫിൽ നമുക്കൊരു ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മഞ്ഞുമലിനകത്ത് തന്നെ അവർ സേവിങ്സ് എല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് ട്രിപ്പ് പോയത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സേവിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഇതാണ്. വിഷ്ണുവിന് അങ്ങനെ സേവിങ്സ് എല്ലാം ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വേണം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ കുറേ പ്രശ്നങ്ങളും ടെൻഷനൊക്കെ നമുക്ക് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവും പൈസ ഉള്ളപ്പോൾ. പൈസ ഇല്ലാത്തപ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു ഘടകം പൈസ എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. അത് കുറേ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് ഒഴിവാകും. അല്ലാതെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും ഉള്ളിൽ. അതുണ്ടെങ്കിൽ പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ സോൾവ് ആകും. ആണല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വിഷ്ണുവിന്? എന്താണ് ഉദ്ദേശിച്ചത്? ഈ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെയൊക്കെ കുറേ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടല്ലോ. ഇതുവരെ ഇല്ല. തുടങ്ങാൻ താല്പര്യമുണ്ടോ? നോക്കാന്നല്ലേ. ഓക്കെ. പിന്നെ പുതിയതായിട്ട് വരാനിരിക്കുന്ന പ്രോജക്ട്സ് അത് വേറെ എന്തെങ്കിലും ചെയ്തു വെച്ച വർക്ക്, മഞ്ഞുമലല്ല എന്തെങ്കിലും വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഈ ഇത്രയും നാളത്തെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തോന്നിയത് അതാരെയാ? ഏത് മഞ്ഞുമല്ലേ? മഞ്ഞുമല്ലേ ഫ്രണ്ടായിട്ട് തോന്നിയത് ഏത് സമയത്തും എനിക്ക് വിളിച്ചാൽ സംസാരിക്കാൻ അവൻ ഓക്കെയാണ്. അവനും എന്നെ ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾ ഭയങ്കര എല്ലാവരും ഈക്വലി അങ്ങനെ ഒരാൾ ഇന്ന ആളെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഒരു അനിയനെ പോലെ കാണുന്ന ഗണപതി ആണ് അങ്ങനെ എടുത്തു പറയാനായിട്ടുള്ള ഒരാൾ. അവൻ അടിപൊളിയാണ്, അടിപൊളി മനുഷ്യനാണ്. ചിദംബരം അതെ, പക്ഷേ ഗണപതി എന്താ പറയണ അങ്ങനത്തെ ഒരാൾ ചിലപ്പോൾ നമുക്ക് ലൈഫിൽ ഇമ്പോർട്ടൻറ്റും ആണ്. അങ്ങനെ ആൾക്കാരെ കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടിപൊളിയാണ്. പ്രീഷ്യസ് ആണെന്നൊക്കെ പറയില്ലേ? അതെ, എന്നുള്ള രീതിയിൽ ഞാൻ പടം കഴിഞ്ഞ ഉടനെ ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായി. അപ്പോൾ നാളെ ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു സപ്പോർട്ടായിട്ട് നിന്ന ഒരാൾ അവനാണ്. പക്ഷെ അവൻ എന്നിലും ഭയങ്കര ഏജ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് എല്ലാ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ അറിയാം, ഇപ്പം എന്നെക്കാളും ബാക്കി എല്ലാവരെക്കാളും കൂടി ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഭയങ്കര പക്വതയോടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാൾ അവനാണ്. അപ്പോൾ അവൻ ഇപ്പം എന്നെയൊക്കെ സപ്പോർട്ട് ചെയ്ത്, അതായത് ഇപ്പം ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴൊക്കെ, അതായത് അങ്ങനെ ഒരു ഏജ് ഡിഫറൻസ് സാധനങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മളൊരു അനിയൻ നമ്മളോട് അനിയനാണ്, ചേട്ടനല്ല, ചേട്ടൻ പറയുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണം. ശരിക്കും അനിയൻ ചേട്ടനായിട്ട് ഇന്ന് സംസാരിക്കുന്നു, ആ ഒരു ഫീൽ അവരല്ലേ. അപ്പൊ ഗണപതിയാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ. ബാക്കി എല്ലാവരും ആണ്, ബട്ട് എന്നാലും കുറച്ച് കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഗണപതിയാണ്. യെസ്, ഈ പറഞ്ഞ പോലെ മഞ്ഞുമലിലെ ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടത് അവിടുത്തെ മ്യൂസിക്സ് ആണ് അല്ലേ? ഭയങ്കര ആ പുള്ളി ഈ പടത്തിൽ ത്രൂ ഔട്ട് നിങ്ങളുടെയൊക്കെ കൂടെ സെറ്റിലൊക്കെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. നമ്മൾ ലൊക്കേഷൻ ഹണ്ടിന് പോകുമ്പോൾ, അതായത് കൊടയിൽ പോകുമ്പോൾ അതിൽ സുഷിനുണ്ട് കൂടെ. അത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല, പക്ഷെ ആളുണ്ടായിരുന്നു ത്രൂ ഔട്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് കാണാനുണ്ട്. ഇത്രയും നേരം വിഷ്ണു പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് മഞ്ഞുമൽ ബോയ്സിൽ റിയൽ മഞ്ഞുമൽ ബോയ്സും നിങ്ങൾ റിയൽ ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സും പിന്നെ അതിനകത്തുള്ള എല്ലാവരും, അതിൻ്റെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാവരും ത്രൂ ഔട്ട് ആ പടത്തിലേക്ക് ഇത്രയും കൊല്ലം നിങ്ങളുടെ എഫേർട്ട് ഇട്ടേണ്ടാണ് മഞ്ഞുമൽ ബോയ്സിൽ ഇത്രയും സക്സസ് ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും, അതായത് ഈവനൊരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളായാൽ പോലും അത്ര നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഷൂട്ടിങ് പീരീഡ് ആ ലൊക്കേഷനിലൊക്കെ. അപ്പോൾ അത്രം ഇപ്പോൾ നമ്മൾ കുറേ താഴത്തേക്കൊക്കെ ഇറങ്ങി പോയിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ അത് റിസ്ക്കുമാണ്. ആ സമയത്ത് നമുക്കൊരാൾക്ക് വെള്ളം കുടിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്ഷനിലെ ചേട്ടന്മാരാണ് കൊണ്ടുതന്നെ. അപ്പോൾ ആ ആൾ മുതൽ അതിൻ്റെ ഒരു ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ വരെ എല്ലാവരും എഫേർട്ട് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. അതിൻ്റെ റിസൾട്ടാണ് പടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു സക്സസ് ജേണിയിൽ മഞ്ഞുമൽ ബോയ്സ് പോലെ മൂവിയുടെ ഭാഗമാകാൻ പറ്റിയതിലും ഈ ഒരു സക്സസ് ആയിട്ടുള്ള ജേണിയിൽ ഇനി മുന്നോട്ടും സക്സസ് ജേണി ഉണ്ട്, ബട്ട് എന്നാലും ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് ഇതാണ് സക്സസ് ജേണി. ഈ മൊമെൻറ്റിൽ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിരിക്കുന്നതും ഈ നിമിഷത്തിൽ ഓർക്കാൻ പറ്റിയ ആൾക്കാർ വിഷ്ണുവിനെ ആരൊക്കെയാണ്? അത് ചിദംബരം തന്നെയാണ്. ഓക്കെ. ഇതിലൊരു ഡയലോഗ് ഉണ്ട് ബാസി ചോദിക്കണത്, എന്താണ് മച്ചാനെ ദൈവം എന്ന് ചോദിക്കണത്.
അപ്പോൾ റഹ്മാൻ ഇങ്ങനെ റിപ്ലൈ ഉണ്ട്, മേളിൽ നിന്നൊക്കെ വന്നൊരു വിളിച്ചില്ലേ മച്ചാൻ, അതാണ്. അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. അപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയേക്കണം അങ്ങനത്തെ ഒരു വെളിച്ചം ചിദംബരമായിട്ടാണ് തോന്നിയേക്കണം. എന്നുവെച്ചാൽ അത്ര മോശം അവസ്ഥയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പം ആ സമയത്ത് വന്നൊരു വെളിച്ചമാണ് ചിദംബരം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അവനോട് തന്നെയാണ് കൂടുതൽ ഒരു നന്ദി പറയാനായിട്ടുള്ളത്. എന്നുവെച്ചാൽ എങ്ങനെ അത് നന്ദി പറഞ്ഞാലൊന്നും തീരുമില്ല. ചിതുവാണ് മെയിൻ കാരണം. പിന്നെ ഗണപതി, സൗബിക, അപ്പോൾ അവരുള്ളതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നു. അവരൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എല്ലാ ബോയ്സും ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും ഒരു സപ്പോർട്ടും കൊണ്ട് ഇവിടെ വന്നിരുന്ന് നമുക്കൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇത്ര കോൺഫിഡൻസ് ഉണ്ടായത് ഇപ്പോഴാണ് ലൈഫിൽ. ഇതിക്ക് മുന്നേ അത് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാതിരിക്കാം, പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതലാണ്, ഹൈ ആണ്. ഈ ഒരു മൊമെൻറ്റിൽ നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. സോ ഈ ഒരു മൊമെൻറ്റിൽ താങ്ക്ഫുൾ, ഇത്രയും നേരം നമ്മുടെ ഒപ്പം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് നന്ദി. അതുപോലെ തന്നെ താങ്ക്ഫുള്ളായി പറയാനുള്ളത് ഇവരോടല്ല വേറെ ആരോടെങ്കിലും? വേറെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു ഇളയച്ചനുണ്ട്, ദീപൻ എന്നുണ്ട്. ആളുടെ വൈഫ് ജെറാൾഡിൻ, പിന്നെ മകൻ നാരായണൻ. പിന്നെ ഉള്ളത് എൻ്റെ ഒരു പഴയൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, പഴയൊരു കാമുകി അനക്ക. അവരോടാണ് നന്ദി പറയാനുള്ളത്. നമ്മുടെ കൂടെ ഓരോ രീതിയിൽ അവരെല്ലാവരും നിന്നു. അതെ, ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ പേര് പറഞ്ഞാൽ നിൽക്കില്ല, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ചില ഹേറ്റേഴ്സ് ആണെങ്കിൽ പോലും അവരങ്ങനെ നിന്നതുകൊണ്ടാണ് നമ്മൾ സക്സസ്സിലേക്ക് എത്തുന്നത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ 2 പേരും കൂടി പറയാൻ പറ്റിയിട്ടുണ്ട്, ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആര്യ, സാനി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മളോട് മൈൻഡ് ചെയ്യാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇവനൊന്നും രക്ഷപ്പെടുകയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് കൂടുതലും നമ്മളിപ്പോൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പടമൊക്കെ കണ്ടുകൊണ്ട് അത് ഭയങ്കര, ഇപ്പം മിണ്ടാത്ത ആൾക്കാർ വരെ മിണ്ടുന്നുണ്ട്. അതൊക്കെ ഭയങ്കര നമ്മളെ തന്നെ കണ്ണ് നിറച്ചിടും. അതാണ് ഇതിലെ ഒരു എക്സ്പീരിയൻസ്. നല്ലൊരു എക്സ്പീരിയൻസ്. ഓക്കെ, ഇത്രയും നേരം മഞ്ഞുമൽ ബോയ്സിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വന്ന വിഷ്ണുവിന് ഒരുപാട് നന്ദി. സോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു. ഇതേപോലെ തന്നെ മുന്നോട്ട് ഒരുപാട് നല്ല സക്സസ് കരിയർ ഉണ്ടാവട്ടെ, പുതിയ നല്ല പ്രോജക്ട്സ് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വെൽത്തി സ്പോട്ട്ലൈറ്റ് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. വന്നതിൽ സന്തോഷം. സോ താങ്ക് യു.